പേര് അസർ. അസറെ എപ്പോഴാണ് നിങ്ങൾക്ക് പരിക്ക് പറ്റി? എനിക്ക് 2022 2022 എന്തായിരുന്നു പരിക്ക്? ACL ഇഞ്ചറിയാണ്. ACL ഇഞ്ചറി. എങ്ങനെ കളിക്കളത്തിൽ വെച്ചിട്ടാ? അതെ, കളിക്കളത്തിൽ വെച്ചിട്ടാണ്. കളിൻ്റെ അടിയിൽ അറിഞ്ഞിട്ടില്ലായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നടക്കാൻ വയ്യും. പിന്നെ അങ്ങനെ കുറച്ച് ഒരാഴ്ചയൊക്കെ അങ്ങനെ പോയി, കളിൻ്റെ ഇതിലൊക്കെ അങ്ങനെ പോയി. ഓക്കെ. പിന്നെ ഒട്ടും കഴിയില്ലാന്ന് തോന്നിയപ്പോൾ വേറെ ഡോക്ടറെ അടുത്തേക്ക് പോയി. പല ഡോക്ടർമാരെയും കാണിച്ചു. MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ നമ്മൾ കലീൽ സാർ അടുത്തേക്കെത്തി. സാർ അടുത്തേക്കെത്തിയതിനു ശേഷം പിന്നെ ഇങ്ങനെ എന്താ നല്ലത് ചോദിച്ചു, അതായത് ഓപ്പറേഷൻ ചെയ്യാതെ മാറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു മാറ്റാം, പക്ഷെ പിന്നെ കളിക്കാനും ഇതിനൊന്നും പറ്റൂല. ജസ്റ്റ് നടക്കാനും ഇതിനൊക്കെ പറ്റും. അല്ല, പരിക്ക് പറ്റിയിട്ട് വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത ടൈം, ആ സമയത്ത് തിരിച്ച് കളിക്കളത്തിൽ ഇറങ്ങുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? അതായത് എങ്ങനെയാ വെച്ചാൽ ഇതിൽ കളി നിർത്തി വെക്കാൻ വരെ ഞാൻ റെഡി ആയിരുന്നു. അതായത് ഓപ്പറേഷൻ ചെയ്യാതെ ഇരിക്കണമെങ്കിൽ കളി നിർത്തി വെക്കാൻ വരെ റെഡി ആയിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഈ നായോ പട്ടിയോ എന്തെങ്കിലും ഇത് ആരെങ്കിലും ഒരാൾ ഓടാൻ, ഈ ഒരു കള്ളനെ പിടിക്കാൻ വരെ ഓടാൻ പറ്റൂല, ആൾക്കാൻ ചാൻസ് ഉണ്ട്. കള്ളനെ പിടിച്ചില്ലെങ്കിൽ ഒരു പട്ടി വന്നാൽ ഓടണ്ടേ? ഓടേ. അപ്പോൾ എന്താ വെച്ചാല് അത് ഓടാൻ പറ്റൂല, ഓടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് റെസ്റ്റ് എടുത്താലും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കളിക്കാനും പറ്റുന്നതാണ്. അപ്പൊ കലീൽ സാറാണ് നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ തന്നത്. അതെ. മറ്റുള്ളവിടെ നിങ്ങൾ പ്രതീക്ഷ അറ്റ് നിൽക്കുകയായിരുന്നു. അതെ, ഞാൻ MRI സ്കാനിങ് എടുത്തിട്ട് ഞാനൊരു 3-4 ഡോക്ടർമാരുടെ അടുത്ത് പോയി, എങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതെ ഇങ്ങനെ മാറാമെന്ന്. അപ്പോൾ അത് നടക്കില്ല എന്ന് ഉറപ്പായി. പിന്നെ സാർ പറഞ്ഞു കളിക്കാൻ പറ്റും, ഒരു 6 മാസം റെസ്റ്റ്, ഞാൻ പറയേണ്ട പോലെ നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഇവിടുന്ന് കളിക്കളത്തിൽ നിന്ന് കയറി വന്ന് രണ്ടാമത് കളിക്കളത്തിൽ ഇറങ്ങി ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ പിടിച്ചു വെച്ച് നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ ചോദിക്കാണ്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? കളിക്കാനല്ല തോന്നാൻ, തിരിച്ച് ബൂട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതായത് നമ്മള് കളി നമുക്ക് കുറെ വെയിറ്റ് ചെയ്ത് നമുക്ക് കളിനോടൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ പോകും. പിന്നെ നമുക്ക് കളിക്കാൻ പറ്റും, സാറിൻ്റെ അടുത്ത് വരുമ്പോൾ പറയും കളിക്കാൻ പറ്റും, കുറച്ചും കൂടി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഓക്കെ ആവണം, പിന്നെയും കളി കാണും, പിന്നെ നമ്മൾ ഫിറ്റായി. അപ്പോൾ കലീൽ സാർ, നമ്മുടെ അസറിനെ രണ്ടാമത് കളിക്കളത്തിൽ ഇറക്കി അസർ വേർത്ത് വന്ന് നിന്നിട്ട് സന്തോഷപൂർവ്വം പറയുന്നത് ഈ നിമിഷം അസറിനെ പോലുള്ളവർ, അതേപോലെ തന്നെ പരിക്കേറ്റിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കയറി നിൽക്കുന്നവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഇത് പണ്ടൊരു കാലത്തെ പോലെ അല്ല. ഈ കാലിൻ്റെ മുട്ടിന് പരിക്ക് പറ്റിയാൽ നല്ല സർജറീസും നല്ല റീഹാബും ചെയ്താൽ തിരിച്ചു വരാവുന്നതാണ്. അതിന് എല്ലാവരും വിചാരം എന്ന് വെച്ചാൽ എല്ലാം സർജറിയാണ്. അല്ല, മുട്ട് സർജറി ചെയ്യേണ്ടാത്ത ഒരു 10-20% ഉണ്ട്. അപ്പോൾ അവർക്ക് റീഹാബ് ആദ്യം ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും റീഹാബ് ചെയ്ത് നോക്കി വീണ്ടും കളിക്കിറങ്ങുന്ന സമയത്ത് കാല് തെന്നുക, അവർക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം കിട്ടാണ്ടാവുക, കളിക്കാനൊന്നും പറ്റാണ്ടാവുക എന്നുള്ള ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഈ സർജറി വേണ്ടുള്ളൂ. അല്ലാണ്ട് എല്ലാവർക്കും വേണ്ട ആവശ്യമില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് അവർ രണ്ടാമത് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പറയില്ല, ഒരു സ്റ്റേജാണ്, ഒറ്റയടിക്കൊക്കെ പോയി ഇറക്കാൻ കഴിയില്ല. സ്റ്റേജായിട്ട് 1 month ഒക്കെ റീഹാബ് ചെയ്ത് ഇറങ്ങുമ്പോൾ അവർ രണ്ടാമത് കളിക്കുമ്പോൾ ഇതൊക്കെ കിട്ടുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. തീർച്ചയായും അത് വേറെ ലെവലാണ്. ബിക്കോസ് നമ്മളിപ്പോൾ എന്തൊക്കെ ടൈപ്പ് സർജറി ഉണ്ട് അതിൽ. അതെ. പക്ഷെ എന്താ പറയുക, ഇന്നത്തെ ഈ പരിപാടി തന്നെ അത് വെറൈറ്റിയാണ്. ചിലപ്പോൾ നമുക്ക് ഇന്ത്യയിൽ നല്ല ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു പരിപാടി ആരെങ്കിലും സംഘടിപ്പിച്ചിട്ടോ എന്ന് ഡൗട്ടാണ്. അതായത് നിങ്ങൾ സർജറി ചെയ്ത ഏകദേശം ഒരു 350 സർജറിയോളം നിങ്ങൾ സ്പോർട്സ് ഇഞ്ചുറിൻ്റെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ 10-15 വർഷമായി വർക്ക് ചെയ്യുക. അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കില്ല. അവർക്ക് ഞാൻ എങ്ങനെയാണ് അവർക്ക് രണ്ടാമത് കളിച്ചാൽ അവർ വേറൊരു പേഷ്യൻ്റ് വരും. അപ്പോഴാണ് അവർ മാത്രമല്ല, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് നമ്മൾ പുതുക്കില്ല, നമ്മൾ പരിചയം. പക്ഷേ എന്താ അറിയോ, കളിക്കളത്തിൽ നിന്ന് കയറിയിട്ട് ഇനി ബൂട്ടണിയാൻ പറ്റില്ല, എനിക്കിനി ബാറ്റ് പിടിക്കാൻ പറ്റില്ല എന്നുള്ളവരെ രണ്ടാമത് ആ കളിക്കളത്തിലേക്ക് ഇറക്കുക. പൊതുവേ വീട്ടുകാർ പറയും ഇനി കളി നിർത്തുക, ഇനി റിസ്ക് വേണ്ടെന്ന് നിങ്ങളൊന്നും പറയും, ഓരോട് കളിക്കണ്ടെന്ന് പറയും. അവിടെ നിന്നാണ് നിങ്ങൾ ഈ രണ്ടാമത് പിടിച്ചുകൊണ്ട് കളിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഹാറ്റ്സ് ഓഫ്. എന്തായാലും വെൽ ഡൺ, ഉഷാറായിട്ട്. എന്താ അറിയോ, പ്ലെയേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന മോട്ടിവേഷൻ അത് വേറെ ലെവലാണ്. അതന്നെയാണ് ഇവരൊക്കെ രണ്ടാമതും കളിക്കളത്തിലേക്ക് ഇറങ്ങി.